ഇന്ന് നമ്മൾക്ക് ഉച്ചയൂണിന് വേണ്ടിയിട്ട് ഒരു പച്ചക്കറി കൊണ്ട് 3 വിഭവങ്ങൾ ഉണ്ടാക്കാം. ഇതിനിപ്പം ഈ ഒരു പച്ചക്കറി പോലത്തെ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പം പടവലങ്ങയാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കടലപ്പരിപ്പും അതുപോലെ ചെറുപയറിൻ്റെ പരിപ്പും കൂടിയിട്ട് വേവിക്കാൻ വെക്കുകയാണ് കുക്കറിൽ. അത് സൈഡിലായിക്കോളുമല്ലോ. അപ്പോൾ ഞാനൊരു പടവലങ്ങ എടുത്തിട്ടുണ്ട്. അതിപ്പം നല്ല വലുതായതുകൊണ്ട് തന്നെ അതിനെ ഒരു 3ആക്കി മുറിച്ചിട്ട് 3 കറികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. ഒന്ന് നീളത്തിൽ, ഒന്ന് കുഞ്ഞു കുഞ്ഞായിട്ടും അതുപോലെ പിന്നെ ഒന്ന് റൗണ്ടിലുമാണ്. ഇനി നമ്മൾക്ക് ഇത് കറി ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. എന്നിട്ട് തേങ്ങ വറുത്തെടുക്കുകയാണ്. ഇത് തീയലാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് പടവലങ്ങ കൊണ്ട്. തേങ്ങ നന്നായി വറുത്തതിന് ശേഷം അത് അരച്ചെടുക്കണം. അപ്പോൾ ആ പാനിൽ തന്നെ എണ്ണ ഒഴിച്ച് വെളുത്തുള്ളി, സവാള ചേർക്കുക, കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അത് ചേർക്കാം. എന്നിട്ട് നമ്മുടെ പടവലങ്ങ അരിഞ്ഞ് വെച്ച് ചേർക്കുക, മഞ്ഞപ്പൊടിയും ചേർക്കുക, ഉപ്പും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലോട്ട് മഞ്ഞപ്പൊടിയും പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടിയിട്ട് ഇടുന്നുണ്ട്. മുളക് പൊടി ആവശ്യത്തിന് ഇടുക. പിന്നെ കുരുമുളക് പൊടി ഇടുക. പുളിവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. നിങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അത്ര ഇട്ടോളൂ. വെള്ളം തൊടാതെ അരച്ച അരപ്പാണിത്. നമ്മൾ തീയലിന് പിന്നെ വെള്ളം ഒഴിക്കില്ലല്ലോ, അതെല്ലാവർക്കും അറിയാം. എന്നാലും ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ തീയൽ റെഡിയായി. ഇനി ഒരു പാനിൽ കടുക് പൊട്ടിച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് സവാള ചേർക്കുന്നുണ്ട്. തക്കാളിയും ചേർത്ത് വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ ഞാൻ കൂട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം പച്ചമുളക് ചേർക്കുക. നന്നായി വഴറ്റിയതിന് ശേഷം പടവലങ്ങയും ചേർക്കുക. ഉപ്പും ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിൽ വെള്ളം ഒഴിക്കണമെങ്കിൽ ഒഴിക്കാൻ വേവിക്കുന്ന സമയത്ത്. പിന്നെ അരപ്പിനായിട്ട് തേങ്ങയും ജീരകവും കൂടിയിട്ട് അരയ്ക്കുക. പിന്നെ പരിപ്പ് നമ്മുടെ വേവിച്ചതുണ്ടല്ലോ, ചെറുപയറിൻ്റെ പരിപ്പാണ് ചേർത്തത്. ഇനി ഉപ്പ് കുറച്ച് കുറവുള്ളതുകൊണ്ട് ഒന്നുകൂടെ ഇട്ടു. പിന്നെ നമ്മളുടെ തേങ്ങ അരപ്പും കൂടെ ചേർക്കുക. നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. പച്ചമണമൊക്കെ പോയി കഴിഞ്ഞ് ഓഫ് ചെയ്യുക. അത്രയേ ഉള്ളൂ. നമ്മുടെ കൂട്ടും റെഡി ആയിട്ടുണ്ട്. ഇനി തേങ്ങയും പച്ചമുളകും കൂടെ ഇട്ട് അടുത്ത് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ്. അത് ചതച്ചില്ലെങ്കിലും കുഴപ്പമില്ല, തേങ്ങ മാത്രം ഇട്ടാണെങ്കിലും. പിന്നെ നമ്മൾക്ക് വെളിച്ചെണ്ണയിലോട്ട് കടുക്, ഉഴുന്നുപരിപ്പ് ഇടുന്നുണ്ട്. ഞാനൊരു ചെന്നൈ സ്റ്റൈലിൽ വെക്കുന്നതുകൊണ്ട് ഉഴുന്നുപരിപ്പ് ഇട്ടതാണ്. പിന്നെ സവാള ചേർക്കുക. അതിനുശേഷം പടവലങ്ങ അരിഞ്ഞതും ചേർക്കുക. ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം വേവിച്ചെടുക്കുക. വെന്തതിന് ശേഷം നമ്മുടെ കടലപ്പരിപ്പ് ചേർക്കുക. പിന്നെ നമ്മുടെ തേങ്ങൻ്റെ കൂട്ടും കൂടെ ചേർക്കുക. വീണ്ടും ഒന്ന് മൂടി വെച്ച് തേങ്ങയുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പം അത്രയേ ഉള്ളൂ, നമ്മുടെ ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 3 കറികളും റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. പൊരിയലും തീയലും അതുപോലെ പടവലങ്ങ കൂട്ടും കൂടിയിട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല എളുപ്പമല്ലേ? അഥവാ ഒരെണ്ണമാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് മാത്രമായിട്ട് ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ബൈ.